നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത പ്രഭാകർ. നമുക്കിന്ന് പ്രാണിക് ഹീലിംഗ് എന്താണെന്ന് നോക്കാം. പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഊർജ്ജപരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. പ്രാണിക് ഹീലിങ്ങിൽ നമുക്ക് ഊർജ്ജം വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുകയും എനർജൈസ് ചെയ്യുകയും ചെയ്യുന്നത് വഴി പൂർണ്ണമായി രോഗം നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു നോ ടച്ച് നോ ഡ്രഗ് തെറാപ്പിയാണ്. കാര്യം പ്രാണിക് ഹീലിങ്ങിനകത്ത് നമ്മൾ മരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ തൊട്ടോണ്ടോ ഉള്ളൊരു ചികിത്സാ രീതിയല്ല. ബൈ ഇൻറ്റൻഷനാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ 18 വയസ്സ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും പ്രാണിക് ഹീലിംഗ് പഠിക്കുവാനും പരിശീലിക്കുവാനും സാധിക്കും എന്നതാണ് പ്രാണിക് ഹീലിങ്ങിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഇനി പ്രാണിക് ഹീലിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പറയുവാണെങ്കിൽ മോഡേൺ പ്രാണിക് ഹീലിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാസ്റ്റർ ചുവ കോക്സുയിനെയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഫിലിപ്പീൻസ് വംശജനാണ്. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ റിസർച്ച് തുടങ്ങി. അങ്ങനെ ഒരുപാട് വർഷത്തെ റിസർച്ചിനൊടുവിൽ അദ്ദേഹം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോട്ടോകോൾസിൻ്റെ ബേസിസിലാണ് പ്രാണിക് ഹീലിങ്ങിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ അദ്ദേഹം മാത്രമല്ല പ്രാണിക് ഹീലിംഗ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് മുന്നേ തന്നെ ഒരുപാട് പേര് ഈ പ്രാണചികിത്സ നടത്തുന്നവരുണ്ട്. ഈ പ്രാണചികിത്സ വളരെ സേഫായിട്ടുള്ളൊരു ചികിത്സയാണ്. അതിന് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് വളരെ സേഫായിട്ട് വളരെ കുഞ്ഞു കുട്ടികൾ മുതൽ വളരെ മുതിർന്ന ആൾക്കാർക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ അക്യൂട്ട് ഡിസീസുകൾക്കും ക്രോണിക് ഡിസീസുകൾക്കും വളരെ പഴകിയ അസുഖങ്ങൾക്കും നമുക്ക് പ്രാണിക് ഹീലിംഗ് വഴി പ്രോപ്പറായിട്ട് ചെയ്യുന്നത് വഴി നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും പ്രാണിക് ഹീലിംഗ് ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു അലോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രാണിക് ഹീലിംഗും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും അലോപ്പതി ട്രീറ്റ്മെൻറ്റ് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചികിത്സയിൽ ഇരിക്കുവാണെങ്കിൽ അത് നിർത്തിയിട്ട് പൂർണ്ണമായും പ്രാണിക് ഹീലിംഗ് ചെയ്യണമെന്നല്ല പറയുന്നത്. നമുക്ക് ഏതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെയും നമുക്ക് ഈ പ്രാണിക് ഹീലിംഗ് ചെയ്യാൻ പറ്റും. പ്രാണിക് ഹീലിംഗ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചില ആൾക്കാരുണ്ട്, കുറേ പഴകിയ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മരുന്ന് കഴിച്ചിട്ടും ശരീരത്ത് പിടിക്കാത്തൊരവസ്ഥ വരും. ഒരു പോയിൻ്റ് എത്തുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും അസുഖം മാറുന്നില്ല എന്നൊരു തലത്തിലോട്ടെത്തും. ആ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഹീലിംഗ് ഒരു 2-3 ഹീലിംഗ് തുടർച്ചയായിട്ടൊക്കെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ റിസപ്റ്റിവിറ്റി കുറച്ചുകൂടെ കൂടും. അതുവഴി നമ്മളിപ്പോൾ നിലവിലെടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിലവിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി, അതുപോലെ പല പ്രശ്നങ്ങൾ, അതായത് ജനിക്കുമ്പോഴോ ഉള്ള കൺജനൈറ്റൽ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് പോലും 7 വയസ്സിന് മുന്നേ ആണെങ്കിൽ കൺജനൈറ്റൽ ഡിസീസുകൾക്ക് വളരെ നല്ല ചേഞ്ചസ് പ്രാണിക് ഹീലിംഗ് വഴി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാണുന്ന ഒരു കണ്ടീഷനാണ് ADHD, ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ദേഷ്യം, അഡിക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും പ്രാണിക് ഹീലിംഗ് വളരെ ഫലവത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഈ അഡിക്ഷനൊക്കെ ആണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഹീലിംഗ് ചെയ്യുന്നത് വഴി പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പ്രാണിക് ഹീലിംഗ് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും പ്രാണിക് ഹീലിംഗ് അറിയാവുന്നതായിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ആർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളിപ്പോൾ ആശുപത്രിയിലോട്ട് പോകാനുള്ള ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് തന്നെ ആ കണ്ടീഷനെ ഒന്ന് കാമാക്കാൻ നമുക്ക് പ്രാണിക് ഹീലിംഗ് എന്നുള്ള ടൂള് വഴി നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഓരോ വീട്ടിലെ ഒരാളെങ്കിലും ഇത് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ പ്രത്യേകിച്ച് നമുക്ക് കാരണമൊന്നും അറിയാതെ തന്നെ അവർ ഈ പറയുന്ന കരച്ചിലും നിർബന്ധമൊക്കെ, വയറുവേദന പ്രശ്നങ്ങൾ, അതിനെല്ലാം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഹീലിംഗ് വഴി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. പ്രാണിക് ഹീലിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇതിനകത്ത് പ്രോട്ടോകോൾ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഏതൊരു കണ്ടീഷനും നമുക്ക് ആ പ്രോട്ടോകോൾ നമ്മൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രോഗശാന്തി നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല മാനസിക രോഗങ്ങൾ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും വളരെ നല്ല മാറ്റം പ്രാണിക് ഹീലിങ്ങിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു ക്ഷീണം, തളർച്ച, അല്ലെങ്കിൽ ഒരു വയ്യായിക, പാനിക് അറ്റാക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട്
നമ്മൾ ഈ ബേസിക് പ്രാണിക് ഹീലിംഗ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് സെൽഫ് ഹീലിംഗ് വഴി നമുക്കതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഊർജ്ജ ചികിത്സയായതുകൊണ്ട് തന്നെ നമ്മൾ പ്രാണിക് ഹീലിങ്ങിൽ പഠിപ്പിക്കുന്നത് ജസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ മാത്രമല്ല, പകരം കുറച്ച് ക്യാരക്ടർ ബിൽഡിങ്ങും കൂടെ നമ്മളിതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ മെഡിറ്റേഷൻ, സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമ്മുടെ പല പ്രശ്നങ്ങളും, അതായത് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറുവാനും അതുവഴി നമ്മൾ തന്നെ ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനാണ് പ്രാണിക് ഹീലിങ്ങിലൂടെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും, തീരെ പൊടി കുഞ്ഞു മുതൽ വളരെ പ്രായമായ ആൾക്കാർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു.